ഹലോ ഗൈസ്. അപ്പോൾ ഇതെന്താ സ്പെഷ്യൽ? ഇനി ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു റെസിപ്പിയായിരുന്നു. എനിക്ക് മാത്രമല്ല കേട്ടോ, പലർക്കും ഇത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. വേറൊന്നുമല്ല, ഉപ്പുമാവാണ്. ഓക്കെ. അപ്പോൾ പണ്ട് വീട്ടിൽ അമ്മ ഇത് ഉണ്ടാക്കുമ്പം ഞാൻ സ്ഥിരം വഴക്കുണ്ടാക്കുമായിരുന്നു. എന്തിനീ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്? ഈ റെസിപ്പി ആരാ കണ്ടുപിടിച്ചെന്നൂടെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു വെറൈറ്റി റെസിപ്പിയാണിത്. ഇപ്പം എനിക്കിഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലും ഇഷ്ടമില്ലാത്തവരോട് ഇപ്പം ഉപ്പുമാവ് കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നെക്കൂട്ട് കുറച്ച് പേർക്കെങ്കിലും ഇതൊന്ന് യൂസ്ഫുൾ ആവും. ഞാൻ അവർക്ക് വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇത് ഒരു വട്ടം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാവുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. ഇനി കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു അരക്കപ്പ് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കശുവണ്ടിയുടെ കളർ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു 1 കപ്പ് നല്ല പോലെ ചോപ്പ് ചെയ്ത സവോള ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സവോള നമുക്കൊന്ന് ലൈറ്റായിട്ട് വാടുന്നിടം വരെ ഒന്ന് വഴറ്റണം. ഇനി അടുത്തായിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തതും, കൂടെ തന്നെ ഒരു 2 തണ്ട് കരിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നെയ്യിൽ തന്നെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് ബീൻസ് അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ക്യാരറ്റ് കുറച്ച് നീളത്തിലാണ് ഇതുപോലെ അരിഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പം വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം നിങ്ങൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടെ കഴിഞ്ഞൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഉപ്പുമാവിനൊരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടാനായിട്ടാണ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി എടുക്കാനില്ലെങ്കിൽ നമ്മുടെ നോർമൽ പശുവും പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 to 2.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കല്ല, ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ബാക്കി റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കില്ലെന്ന് പറഞ്ഞത് ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് കട്ട പിടിച്ചു പോവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ 2 or 3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുമ്പോൾ അങ്ങനെ കട്ട പിടിക്കത്തില്ല. അപ്പോൾ റവ കുറച്ചുകൂടെ വേവുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവരും ഉറപ്പായിട്ടും ഇത് കഴിച്ചിരിക്കും. അപ്പം ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർ പോലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.